ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു സംഭവം ഉണ്ടാക്കാൻ പോട്ടെ ഗായ്സ്. ഇന്ന് നമുക്ക് കുറച്ച് ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചക്ക വെക്കാം. അപ്പം നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ശുദ്ധമായിട്ടുള്ള നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുക്കാം. കുറച്ചേ ഉള്ളൂ സംഭവം. ചക്ക കുറച്ചേ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പം ചക്ക എടുത്ത് വെച്ചിട്ടിരിക്കുന്നത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഫൈനായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇത് മഞ്ഞപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് ഓൾറെഡി മഞ്ഞ കളറുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ അടിപൊളിയായിട്ട് ചൂടായി വരണം. ചൂടായി വന്ന ശേഷം മാത്രമേ നമ്മൾ ചക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചക്ക വേറെന്തൊക്കെയായി പോകും. അപ്പം നമ്മൾ നല്ല വെളിച്ചെണ്ണ നല്ല അടിപൊളിയായിട്ട് ചൂടായി വരണം കേട്ടോ ഗൈസ്. അപ്പോൾ ചൂടായി വന്ന ശേഷം മാത്രമേ നമ്മൾ അതിനകത്തേക്ക് ചക്ക ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. നമുക്ക് കുറച്ച് ചക്കയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക ഇതാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു ലെവലിലൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത് സെറ്റപ്പ് ആവുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇത് ചക്കയുടെ ഇനം പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക വറക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അത് എണ്ണയൊന്നും ചൂടായിട്ടൊന്നുമില്ല. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇച്ചിരി തീ കുറച്ചിടണം, അല്ലെങ്കിൽ നമ്മുടെ സംഭവം കത്തിപ്പോകും കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, കാരണം കുറച്ച് സംഭവമല്ലേ ഉള്ളൂ. കുറച്ച് ചക്ക ഉള്ളതുകൊണ്ട് കുറച്ച് ഇതായിട്ട് ഒഴിച്ചിട്ടുള്ളൂ. ഈ ഇച്ചിരി തീ കുറച്ചാലും കുഴപ്പമില്ല. നല്ലപോലെ എണ്ണ ചൂടായി നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. അത് ഇട്ട് കഴിയുമ്പോഴേ തീ കുറച്ചാലും കുഴപ്പമില്ല. പിന്നെ ഇതിന് ഓൾറെഡി മഞ്ഞ കളറുണ്ട് കേട്ടോ. ഇതുണ്ട്, മഞ്ഞ കളറുള്ളത് കൊണ്ട് അതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിത് തീ കുറച്ചിടാം കേട്ടോ. അപ്പം നമ്മുടെ ഏകദേശം നല്ലപോലെ വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ആ മഞ്ഞ കളർ അങ്ങോട്ട് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമുക്ക് ഉപ്പ് വേണമല്ലോ. ഉപ്പ് എപ്പോഴും നമ്മൾ ഒഴിക്കുമ്പോൾ ഉപ്പ് നീരാട്ടോ ഒഴിക്കാവുള്ളൂ, എന്നാലേ നമുക്ക് ഇതിനകത്ത് പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഒരിച്ചിരി ഉപ്പ് നീരെടുക്കട്ടെ. ഉപ്പ് നീര് കുറച്ചെടുത്താൽ മതി. നമുക്ക് എന്നിട്ട് തളിച്ചങ്ങോട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ പൊട്ടിത്തെറിക്കുന്ന ഒച്ച. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി എടുക്കാം. ഇനി അതിനകത്ത് ഉപ്പ് കൊടുത്തോളും കേട്ടോ. ഇതിനകത്ത് കളർ ഉള്ളത് കൊണ്ടാട്ടോ ഞാൻ മഞ്ഞപ്പൊടി ചേർക്കാതിടും. ചക്കയ്ക്കൊരു ഏകദേശം ഒരു മഞ്ഞ കളറുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് വറുത്തങ്ങോട്ട് കോരാം കേട്ടോ. കാറും മുറ തിന്നാവേ. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ചക്ക ചിലതങ്ങോട്ട് ഉണങ്ങാൻ ഇച്ചിരി പാടുള്ളതാണ് കേട്ടോ. ഒത്തിരി ദിവസം വെക്കാനൊന്നും കൊള്ളില്ല. ഞാൻ കുറച്ചെടുത്ത് വറുത്തത്. ഇതൊക്കെ കിളികിലിന്ന് ഒച്ച കേൾക്കുന്നുണ്ടോ? കിളികിലി. ആ ഒച്ച കേൾക്കുമ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാം കേട്ടോ. അല്ലേ കത്തിപ്പോവും. എനിക്ക് മുറത്തിനകത്തേക്ക് വരാം. വാരി എടുക്കും കേട്ടോ. ഇച്ചിരി കട്ടിയുള്ള ചുളയൊക്കെ ഉണങ്ങിയാലായിരിക്കും ചിലപ്പം. ടാറ്റാ, ബൈ ബൈ.